നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കംപ്ലൈൻറ്റാണ്, ഒരു പെർഫ്യൂം വാങ്ങിയാൽ അടിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് സ്മെല്ലില്ല. പിന്നെ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറയുന്നടാ നിന്നെ നല്ല സ്മെല്ലുണ്ട്. നമ്മൾ ആലോചിക്കും എന്തായി സിസ്റ്റം, നമുക്ക് എന്തുകൊണ്ട് നമ്മളെ സ്പ്രേ മണക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതുവരെ ആരും കോംപ്ലിമെൻറ്റ് പറഞ്ഞില്ലെങ്കിലോ നമുക്ക് ആ സ്പ്രേ വേസ്റ്റായി. കച്ചറ സ്പ്രേ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് മണി എന്ന് പറയും. അപ്പോൾ നോർമലി അതൊരു ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ബോഡിയിലുള്ളത്. നമ്മളൊരു സാധനം ഒരേ സ്മെല്ല് നമ്മൾ മണത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോസിനെ അത് ബ്ലോക്ക് ചെയ്തിടും. പിന്നെ വരുന്ന ന്യൂ സ്മെല്ലാണ് കിട്ടും, നമ്മൾ നോസിൽ എൻ്റർ ചെയ്യും, നമ്മുടെ മൈൻഡിലേക്ക് വരിക. ഇത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയാം, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിൽ ഇതിലുള്ള സ്മെല്ലുണ്ട്. നമ്മൾ ഡെയിലി പോകുന്ന നമുക്ക് ഒരിക്കലും അത് സ്മെല് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുന്നവർ അയാൾക്ക് വേഗം അത് ഹിറ്റ് ചെയ്യും. അതാണ് നോസ് ഫെറ്റീക്ക് എന്ന് പറയും, അല്ലെങ്കിൽ നോസ് ബ്ലൈൻഡ് എന്ന് പറയും. നമുക്ക് പുതിയ സ്മെല്ല് കിട്ടണം, നമ്മൾ ഒരേ സാധനം ഇങ്ങനെ മണത്തോണ്ടിരിക്കുന്ന ആ സ്മെല്ല് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കാൻ നമുക്ക് പുതിയ സ്മെല്ല് വരുന്ന നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. സോ നോസ് ഫെറ്റീക്ക് ഉണ്ടാവും, ഇറ്റ്സ് നോർമൽ. സാറിന് നോസ് ഫെറ്റീക്ക് വരുന്നവർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയൊരു സ്മെല്ല് കിട്ടണമെങ്കിലും അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് കോഫി ബീൻസ് സ്മെല്ല് ചെയ്ത് നോക്കും. കോഫി ബീൻസ് സ്മെല്ല് അത് ഒരു ലിമിറ്റ് വരെ അത് നമ്മളെ റീസെറ്റ് ചെയ്യാനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി ബീൻസ് ഇല്ലെങ്കിൽ നമ്മളെ ഹാൻഡിൻ്റെ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഒന്ന് ഡീപ്പ് സ്മെല്ല് ചെയ്തത് അങ്ങനെയും ചെയ്ത് നോക്കാം. പക്ഷേ നമ്മളിവിടെ ചൂടാൻ നേരം അവിടെ സ്മെല്ല് അധികം ഉണ്ടാകുന്നില്ല. നമ്മളത് വെച്ച് ഒന്ന് സ്മെല്ല് ചെയ്തെടുക്കുന്നതിന് നമുക്ക് പുതിയതായിട്ട് സ്മെല്ല് ചെയ്യാൻ പറ്റും. സോ കോഫി ബീൻസ് ഓർ ദിസ് നമുക്ക് യൂസ് ചെയ്ത് നോസ് ഫെറ്റീക്ക് കവർ ചെയ്യാൻ പറ്റും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ അടിച്ച സ്പ്രേ നല്ലതാണെങ്കിൽ അടുത്തുള്ള ആൾക്കാർക്ക് എല്ലാം കിട്ടും.